ഞാൻ നിന്റെ എം ഡിയുമായിട്ട് ഫോണിൽ നേരിട്ടും സംസാരിച്ചു. എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞിട്ടും അയാൾക്ക് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. അഥവാ സംഭവം നമ്മൾ പറയുന്ന ആ നേരം നാണേ തന്നെ ഇനിയിപ്പൊ നിന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് അയാൾ പറയുന്നു. പുള്ളിയുടെ മറ്റേ മുഖം വിശ്വത്തിന്റെ അടുത്ത് എക്സ്പോസ്ഡ് ആയി പോയല്ലോ, അതിന്റെ ചമ്മലായിരിക്കും. ഇനിയും പ്രസ് ചെയ്യണോ? വേണേൽ ഇനി അതൊരു വിരട്ട് മുറയിലായിരിക്കണം. വേണ്ട, ഇനിയത് ശരിയാവുകയില്ല. ചേട്ടാ, ഇവൻ കാരണം നിനക്ക് ജീവിക്കാൻ പറ്റാണ്ടായിരിക്കുകയാണല്ലോ. അതെ ജോർജെ, ഞാൻ ഏതായാലും പുറമെ നാട്ടിലേക്ക് പോകുന്നില്ല. പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ അവനും ഞാനും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്നത് വരെ ഞാനിനി വേറൊന്നിനും ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ക്രോസ് റോഡിലും ആവുമ്പോൾ ഒന്ന് നിൽക്കുക. നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമാവണ്ട, എനിക്ക് വേറെന്താ ജോലി? ഞാനൊരു കൊച്ചു മുറിയിലേക്ക് മാറാൻ പോവാ. 100-150 രൂപ മാസവാടയുള്ള മുറി. ഒരു 1-1.5 മാസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള പൈസ കയ്യിലുണ്ട്. ഈ മാസം ഇത്രയും ദിവസം വർക്ക് ചെയ്തതിന്റെ സാലറി അയാൾ തരും. അത് ആംബ്ലിയുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വല്ലാതെ മുട്ടുവരികയാണെങ്കിൽ നിന്നെ തന്നെ വന്ന് പിടിക്കും. സാരമില്ല. അമ്പിളി എന്ത് പറയുന്നു? എന്തു പറയാനാ, എം ഡി അവളെ വിളിച്ച് കുറെ അഡ്വൈസ് ചെയ്തു. എങ്ങനെ? വിഷു അവളെ കിട്ടിയാൽ കച്ചവടം അടിക്കുന്നോ എന്ന് പറഞ്ഞു കാണില്ല. എന്നാലും ഈ അഫയർ കുഴപ്പമാന്ന് പറഞ്ഞു. ഒരു പെറ്റേണൽ വാണി. ഏതായാലും അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ജോർജെ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഏതായാലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണല്ലോ. കുറച്ച് എക്സ്ട്രാ താല്പര്യമെടുത്താൽ അവനെ നിനക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ കഴിയും. ഇവൻ ആരാണ്, എവിടുത്തുകാരനാണ്, എത്ര കാലമായി ക്രിമിനൽ ലിസ്റ്റിലുണ്ട്, ആദ്യം എന്ന് ജയിലിൽ വന്നു, പാസ്റ്റ് റെക്കോർഡ്സ്, ബയോഗ്രഫി. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ എനിക്ക് വേണ്ടി. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തപ്പിപ്പിടിച്ചെടുക്കാം. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. അത് സാരമില്ല, സമയം എടുത്തോട്ടെ. അവൻ ആദ്യം ഒരു ജയിലിൽ കിടക്കുന്നത് ഒരു 9 വർഷം മുമ്പാ. അന്ന് പുള്ളിക്ക് ഒരു 18 വയസ്സ് വരും. അതിനു മുമ്പ് ചില പെറ്റി കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളതിന്റെ ഹിസ്റ്ററിയാ. പിന്നെ പലപ്പോഴുമാണ്. ഏറ്റവും ഒടുവിൽ വന്നു പോയിട്ട് ഇപ്പൊ 1.5 കൊല്ലമാവും. ഇവിടെ വരുമ്പോ പുള്ളിയുടെ അഡ്രസ് എന്താ? അങ്ങനെ വലിയ അഡ്രസ് ഒന്നുമില്ല. ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നാ പുള്ളി ഇവിടെ എത്തുന്നത്. അതെ, അതിന്റെ അഡ്രസ് വേണമെങ്കിൽ ഞാൻ തരാം. അവൻ ഇവിടെ വരുമ്പോ ഞാനിവിടെ ചാർജ് എടുത്തിട്ടില്ല. എന്നാ പോകുമ്പോ ഞാനുണ്ട്. എനിക്ക് ആളെ നന്നായിട്ടറിയാം. ഇവിടെ അവൻ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ക്രിമിനൽ ടെൻഡൻസിയാ. അത് പിന്നെ രക്തത്തിലുള്ളതല്ലേ, കാണാതിരിക്കുമോ? ഒരു 12 വയസ്സൊക്കെ ആയപ്പോ തന്നെ പുള്ളിയെ ചിലരെ കേസുകൾ പിടിച്ച് അടി കൊടുത്തിട്ടുണ്ട്. അവസാനം പോയപ്പോ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തലവേദന തീരുകയായിരുന്നു. അവനെ ഇവിടെ ആരും ഉണ്ടെന്നാക്കി? ഞാനിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് അതേപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു അനാഥാലയത്തിൽ നിന്നാണ് അവനിവിടെ കൊണ്ടാക്കിയത്. ഏതാണ്ട് 10-11 വയസ്സുള്ളപ്പോൾ. ഒരു 4-5 വയസ്സുള്ളപ്പോൾ തന്നെ അവനൊരു പ്രോബ്ലം ചെയ്യലായിരുന്നു. അന്ന് ഞാനിവിടെ ഉണ്ട്. 10-11 വയസ്സ് വരെ ഞങ്ങൾ ശരിക്കും നോക്കി. പക്ഷെ ഞങ്ങളുടെ ശ്രമം വിജയിക്കണമെന്ന് കർത്താവ് ഇച്ഛിച്ചില്ല. ആ കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയത് അവന്റെ അച്ഛനും അമ്മയും? അവന്റെ അച്ഛനും അമ്മയും എല്ലാം ദൈവമാ. ഒരു ക്രിസ്മസ് കാലത്ത്, വെളുപ്പാൻ കാലത്ത്, ദേ ഈ തിരുരൂപത്തിന് മുമ്പിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞായിട്ടാ ഞാൻ ആദ്യം അവനെ കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല മഞ്ഞത്ത് പ്രസവിച്ച് 1-2 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത് ഈ തിരുരൂപത്തിന്റെ മുമ്പിൽ നിന്നാ. പാപികളായ അമ്മമാര് കർത്താവിന് ഭാരമേൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങള്. ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ കർത്താവിനോട് തന്നെ തിരക്കണം. അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരാളോടുകൂടി ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കുന്നതിന്റെ പ്രിപ്പറേഷനായി എനിക്കൊരു 2 കുപ്പി മാക്ഡോവൽ വാങ്ങിക്കണം. അനാവശ്യം ചോദിക്കുന്നു. പോയി പണി നോക്കടാ, പോടാ. എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാനിനി അച്ഛനോടല്ലാതെ ആരോടാ അത് പറയുക, ആരോടാ ഒന്ന് ചോദിക്കുക? അതുകൊണ്ടാ. പുള്ളിക്ക് എന്നേക്കാൾ ഒരു 2-3 വയസ്സിന്റെ മൂപ്പുണ്ട്. അല്ലായിരുന്നില്ല ഇരട്ട പറ്റാന്ന് വിചാരിക്കായിരുന്നു. ഇതിപ്പോ അവൻ ജനിക്കുമ്പോ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അനാവശ്യം പറയുന്നോടാ. അല്ലേ പിന്നെ നീ പാവ അമ്മയോട് ചോദിക്കേണ്ടി വരും. വേണ്ട വേണ്ട, പട്ടിണി തീട്ടം ചവിട്ടിയ മാതിരി ഇനി എല്ലായിടും മാറ്റിക്കണ്ട. എന്നാ വേണ്ട. വേണ്ട. രക്തബന്ധമുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നതിൽ ആ വിവരം പുള്ളിയൊന്ന് അറിയിക്കായിരുന്നു. അണ്ണാ ചതിക്കരുത്, രക്ഷപ്പെട്ടോട്ടെ എന്നങ്ങ് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അല്ലെ കൂടെ അങ്ങ് എടുത്തു എന്ന് പറയായിരുന്നു. ഇതിലും സേഫ് അതാ. അതൊന്നും വേണ്ട.
അല്ല, ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചതിന് അച്ഛനും സ്ട്രെയിറ്റ് റിപ്ലൈ പറഞ്ഞില്ല. എന്ത്? അച്ഛന്റെ മോന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അച്ഛനത് എടുക്കണം. എടാ, മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ നിശ്ചയത്തിലോ പിടിപാടിലോ അല്ല നിൽക്കുന്നത്. അല്ല, മനുഷ്യരാശി കോടാനുകോടി വർഷങ്ങളായി ജനനങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും കടന്നു പോകുന്നതിനിടയ്ക്ക് ഇക്കണ്ട ഗോളങ്ങളിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ. ഓ, കുഴഞ്ഞു. ഇങ്ങോട്ട്. ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല. പുള്ളിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ പക്ഷെ പുള്ളി ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ നോട്ട് ചെയ്തു. വെറുതെ കള്ളടിച്ച് ഉഴപ്പ് വരുന്നെന്ന് തോന്നുന്നേ. എന്നാലും ജോലി പോയ വിവരം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഒരു നല്ല എമൗണ്ടിന്റെ ചിട്ടിക്ക് ചേർന്നു. അത് കാരണം അടുത്ത മാസം തൊട്ട് കുറെ നാളത്തേക്ക് ആർക്കും ഒന്നും റെഗുലറായിട്ട് അയക്കില്ലെന്നൊരു അടിയടിച്ചു. അമ്മയ്ക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. പാവം അമ്മ. പോരാൻ നേരത്തെ അച്ഛൻ രഹസ്യമായിട്ട് കുറച്ച് കാശ് തന്നു. വേറൊരു റെഗുലർ ഇൻകം ആവുന്നവരെ അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞാൽ സ്വല്പ സാമ്പത്തികം എത്തിക്കാന്ന് പുള്ളി ഏറ്റിട്ടുണ്ട്. ഏതായാലും ഞാൻ അവനെ കണ്ടേ മാറൂ. ഞാനും കുറച്ച് ഡാർക്ക് കളർ ഷർട്ടുകൾ വാങ്ങാൻ പോവാ. എന്നിട്ട് പുള്ളി പെരുമാറാൻ സാധ്യതയുള്ള മാളങ്ങളിലൊക്കെ പോയി നിൽക്കാൻ പോവാ. തലോടുത്ത് നോക്കാം, അറിയണമല്ലോ. സുമംഗല പറഞ്ഞ കൊച്ചൻ കൊള്ളാം. ഞാൻ ഈയിടെ ഉത്സവത്തിന് കണ്ടു. സിന്ധുവിന് നല്ല ചേർച്ച. അവൾക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിന്റെ ചിട്ടി എന്നോടെ പിടിക്കാൻ നോക്കും എന്ന വിവരം അറിഞ്ഞിട്ട് വേണം ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും മുന്നോട്ട് ആലോചിക്കാൻ. അച്ഛൻ പഴയ തണുപ്പൻ മട്ടാണ്. നിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് പറയുന്നത്. അത് നീ കണക്കാക്കണ്ട.